dear students and parents, welcome back to Just Europe Edunet and PMTV Study in Europe. ഞാൻ ഡോക്ടർ ടി വർഗീസ്, ഒഫീഷ്യൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റ് ഫോർ ഇന്ത്യൻ സ്റ്റുഡൻസ് ടു സ്റ്റഡി ഇൻ ലിത്വേനിയൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്. ഇന്ന് നവംബർ 21, 2025. ഇപ്പം ഞങ്ങളായിരിക്കുന്നത് വിറ്റോഡസ് മാഗ്നസ് യൂണിവേഴ്സിറ്റി VMU എന്ന് പറയുന്ന ലിത്വേനിയയിലെ ടോപ്പ് റാങ്ക്ഡ് ആയിട്ടുള്ള പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പോൾ അവരുടെ റാങ്കിങ് കയറിയിട്ടുണ്ട് കേട്ടോ. 2 ദിവസം മുമ്പ് ന്യൂസ് വന്നിട്ട് ഇവിടെ പറഞ്ഞു, നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഓൾറെഡി സ്റ്റുഡൻസുമായിട്ടുള്ള ഇൻ്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇത് സബിതയും നമ്മുടെ മാസ്റ്റേഴ്സിൻ്റെ സോഷ്യൽ വർക്ക് പഠിക്കാനായിട്ട് വന്ന കുട്ടിയാണ്. സബിത ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂഷൻ ചെയ്യുക. എങ്ങനെയാണ് ഞാൻ കൺസൾട്ടൻ്റ് ആയത്, സോഫാർ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്, സ്റ്റഡീസിനെ പറ്റി, എത്ര മണിക്കൂറുണ്ട് പഠിക്കാനായിട്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, പേരൻസിനുള്ള അഡ്വൈസ്, നിങ്ങളുടെ സേഫ്റ്റി ആസ് എ ഫീമെയിൽ നിങ്ങളുടെ സേഫ്റ്റി ടെൻഷനുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ ഒന്ന് ജനറലായിട്ടൊന്ന് സംസാരിക്കും. ഓക്കെ, ആക്ച്വലി എൻ്റെ പേര് സബിത, ഞാൻ നാട്ടിലെ മലപ്പുറത്ത് നിന്നാണ്. അപ്പം ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ഓക്കെ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ നോക്കുമായിരുന്നു, ലൈക്ക് യൂറോപ്യൻ സ്റ്റഡീസ് ഉണ്ടായിരുന്നു. അപ്പം മോസ്റ്റ്ലി ഇപ്പോൾ എന്തായാലും നാട്ടിലൊരു മാസ്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് ഇനി എടുക്കുന്ന സമയത്ത് കുറച്ച് നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി, കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഫീസൊക്കെ പറ്റുന്ന അങ്ങനെ നോക്കിയപ്പം ലിത്വേനിയ ഒരു കൺട്രി ആയിട്ട് കണ്ടു. ലൈക്ക് നമുക്കിപ്പം ഒരു ചോയ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എവിടെ പോകണം, എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ മാമിനെ അപ്രോച്ച് ചെയ്തതും ഒരു ബ്രീഫ് ഐഡിയ കിട്ടി, ലൈക്ക് എന്താണ് യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ്, എനിക്ക് പറ്റുന്ന കോഴ്സസ് ഏതൊക്കെയാണ്, ഈ കൺട്രീനെ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു ഐഡിയ കിട്ടി. സോ പിന്നെ നമ്മൾ അപ്ലൈ ചെയ്തു. പിന്നെ എല്ലാം ഭയങ്കര സ്മൂത്തായിരുന്നു. കാരണം എല്ലാവരും പറഞ്ഞു ലൈക്ക് എബ്രോഡ് സ്റ്റഡീസൊക്കെ ഭയങ്കര കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്, ഭയങ്കര പാടാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ലൈക്ക് നമ്മുടെ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോഴാണെങ്കിലും ആക്ച്വലി ഭയങ്കര സുഖമായിരുന്നു. നമുക്ക് വലിയ പാടൊന്നും തോന്നിയില്ല. എല്ലാ സ്റ്റേജസും ഭയങ്കര സ്മൂത്തായിട്ട് പോയി. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ നല്ല അസിസ്റ്റൻസാണ് മാമിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നത്. സോ ഇപ്പം ഇനി ലിത്വേനിയയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തന്നെ ഐ സജസ്റ്റ് മാമിൻ്റെ അടുത്ത് എന്തായാലും പോകാമെന്ന് ഞാൻ പറയും. ബിക്കോസ് നല്ല രീതിയിലുള്ള നമുക്ക് നല്ല സപ്പോർട്ട് തരും. ആക്ച്വലി നമ്മൾ സ്റ്റഡീസിനാണ് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പഠിക്കുന്ന VMU വീഡിയോ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ തന്നെ നല്ല നല്ല ഫാക്കൽറ്റീസാണ്. നമുക്ക് ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പോൾ 2 മന്ത് ആവാറായി. ഇപ്പം ആക്ച്വലി ക്ലാസ്സസും ഫാക്കൽറ്റീസും നല്ലതായതുകൊണ്ട് തന്നെ നമുക്ക് ബെസ്റ്റ് ചോയ്സ് ആയിരുന്നു യൂണിവേഴ്സിറ്റി. അതിനൊക്കെ ഹെൽപ്പ് ചെയ്തത് ഏജൻസിയാണ്. സോ എന്തൊക്കെ പറയുകയാണെങ്കിലും ഇവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മളിവിടെ എത്തില്ലായിരുന്നു. ആൻഡ് ഇവിടെ എത്തിയിട്ടാണെങ്കിലും മറ്റ് റൂംസൊക്കെ നോക്കാനാണെങ്കിൽ നമുക്കിവിടെ ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ സാറ് ഹെൽപ്പ് ചെയ്യാം, മാം ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അപ്പം അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കൺട്രീനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനിപ്പം വന്നിട്ടൊരു 2 വീക്സ് ആവുന്നുള്ളൂ. നമുക്ക് ക്ലൈമറ്റ് ഒരു ചെറിയ പ്രശ്നമായിരിക്കും. ആഫ്റ്റർ ഓൾ ബാക്കിയെല്ലാം കുഴപ്പമില്ല. എനിക്കിപ്പോൾ പാർട്ട് ടൈമൊക്കെ ഏകദേശം സെറ്റായി. അങ്ങനെ കിട്ടാത്ത പ്രശ്നമൊന്നുമില്ല. നമ്മൾ അന്വേഷിച്ച് ഒക്കെ കണ്ടെത്തിയാൽ കുഴപ്പമില്ല. പിന്നെ എനിക്ക് ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നവരോട് പറയാനുള്ളത് ഒരു നല്ല ഏജൻസി ചൂസ് ചെയ്യുക. പിന്നെ നമ്മളിപ്പം സ്റ്റഡീസിനെ മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പിന്നെ പാർട്ട് ടൈം ഒക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സ്റ്റഡീസിനല്ല പാർട്ട് ടൈം നോക്കി വരുന്നെങ്കിൽ എന്നെ വിളിക്കുകയുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പം സെക്കൻഡറി ആണ് പാർട്ട് ടൈം. നമുക്ക് ഇവിടെ ജീവിക്കാൻ വലിയ എക്സ്പെൻസ് ഒന്നുമില്ല ഈ കൺട്രി. ഇപ്പം നമുക്ക് എന്നാലും ഉണ്ട് കമ്പയർ ടു ഇന്ത്യ. പക്ഷേ എന്നാലും നമുക്കൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന എത്ര എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ. ഇപ്പം സ്റ്റഡീസ് ഫോക്കസ് ചെയ്തിട്ട് സെക്കൻഡറി മാത്രം ആക്കുക പാർട്ട് ടൈം ഒക്കെ. പിന്നെ പാരൻസിൻ്റെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഒരു വിമനിലേക്ക് എനിക്ക് പറയാനാണെങ്കിൽ ഭയങ്കര സേഫാണ് ഈ കൺട്രി. ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഭയങ്കര സേഫാണ്. സോ ഫാർ എനിക്കിവിടെ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ക്ലൈമറ്റാണ് എനിക്കൊരു പ്രശ്നം തോന്നിയത്. അത് ഗ്രാജുവലി ശരിയാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ബെസ്റ്റ് ചോയ്സാണ് ലിത്വേനിയ എന്ന് പറയുന്നത്. പുറത്തുനിന്ന് കാണുമ്പോൾ ഇതൊരു യൂറോപ്യൻ കൺട്രിയാണ്, ലൈക്ക് ഒരു ചെറിയ കൺട്രിയാണെന്നൊക്കെ തോന്നും. പക്ഷേ നമുക്ക് ഇവിടുന്ന് നമ്മളെ ലൈഫ് നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാൻ പറ്റും തോന്നുന്നു. പിന്നെ ശങ്കൻ വിസയൊക്കെ കിട്ടുന്നത് അതൊക്കെ ഒരു വലിയ നമുക്ക് കിട്ടുന്നൊരു വലിയ ലൈക്ക് ഒരു ഗുഡ് ചോയ്സാണ്. സോ ഈ വന്ന സമയം കൊണ്ട് അപ്രോക്സിമേറ്റ്ലി നിങ്ങൾ ഫുഡൊക്കെ തന്നെയല്ലേ ഉണ്ടാക്കുന്നത്? നിങ്ങൾ മൂന്ന് പേരോട് കുക്ക് ചെയ്യാണ്. അപ്പോൾ എന്താ മെയിൻ ഫുഡൊക്കെ എന്താ കഴിക്കുന്നത്? നമ്മൾ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളുണ്ട്. രാവിലെ നമ്മൾ ഇവിടെയുള്ള എന്തെങ്കിലും കഴിക്കും, സാൻഡ്വിച്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും. ഉച്ചക്കൊക്കെ മോസ്റ്റ്ലി ചോറ്, അരിയൊക്കെ കിട്ടുമല്ലോ. പിന്നെ മോസ്റ്റ്ലി നമ്മളിപ്പോൾ നിൽക്കുവാണെങ്കിൽ തന്നെ ഇവരുടെ കുറച്ച് കൾച്ചറായിട്ട് ഓക്കെ ആയിട്ട് വരാനായിരിക്കും നല്ലത്.
കുറേ കാലമൊക്കെ നമുക്ക് നമ്മളെ കയ്യിലുള്ള വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ എന്തായാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് തന്നെ വരും. സോ അതിനോടൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ലൈക്ക് നമ്മൾ കുറച്ചുകൂടെ ലിബറൽ ആവുക കാര്യത്തിലൊക്കെ, നമ്മൾ ഇതേ കഴിക്കുള്ളൂ എന്നുള്ള രീതിയിൽ നിന്നൊക്കെ മാറിയിരിക്കും. മീറ്റ് കഴിക്കുന്നവർക്ക് സുഖം. മീറ്റ് കഴിക്കുന്നവർക്ക് ഇവിടെ ഉള്ളവർ കുറച്ചുകൂടെ അങ്ങനെയാന്ന് തോന്നുന്നു. മീറ്റാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഇത്. ഞാനിപ്പോ തണുപ്പാകുമ്പോൾ ആ മീറ്റ് ഉള്ളതാണ് നല്ലത്. ഞാൻ വെജിറ്റേറിയൻ ആയത് കാരണം മാക്സിമയിൽ ചെന്നിട്ട് ഞാനിങ്ങനെ ഒരു അന്തമില്ലാതെ ഇങ്ങനെ നിൽക്കുക, ഈശ്വര ഏത് വഴിക്ക് പോകണം എന്നുള്ളത്. ഇപ്പം റീസെൻ്റ്ലിയാണ് ആ ഒരു ചേഞ്ച് സ്പിരിച്വലൊക്കെ ഉള്ളതുണ്ട്. അപ്പം നിങ്ങൾ സ്റ്റുഡൻസും പേരൻസും ദയവായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ പുതിയൊരു രാജ്യത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവരുടെ സിസ്റ്റമായിട്ടും അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമായിട്ടും അവിടുത്തെ സൊസൈറ്റി ആയിട്ടൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഈ കുട്ടി പാർട്ട് ടൈം ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ച് പാർട്ട് ടൈമിൽ മാത്രം ഫോക്കസ് കൊടുക്കുന്ന ആളല്ല, സ്റ്റഡിയും കൂടെ ചെയ്യുന്ന ആളാണ്, നന്നായിട്ട് പഠിക്കുന്ന ആളാണ്. അപ്പം പഠനവും ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? നിങ്ങൾക്കാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് വരും. 2 സബ്ജക്റ്റൊക്കെ ഫെയിലായ തിരിച്ച് പറഞ്ഞു വിടും കേട്ടോ. ഞാനത് ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, സാറും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും സബ്ജക്റ്റിൽ ഫെയിൽ ഉണ്ടാകരുത്. പിന്നെ ഇറാസ്മസിൻ്റെ സ്റ്റഡീസിനെ പറ്റി, ഇന്റേൺഷിപ്പിനെ പറ്റി സവിത വരുന്നതിന് മുമ്പ് ഞാൻ ഒന്നുകൂടെ ഇവരോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണേ. അതിൻ്റെ പ്രൊസീജിയർ എന്തെങ്കിലും സംശയം ഉണ്ട് കോണ്ടാക്ട് ചെയ്യുക. അടുത്തൊരു കേസ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും ലോക്കൽ ആളുകളുമായിട്ടെന്ന് വെച്ചാൽ ഇവിടുത്തുകാരുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. നമ്മളൊരു ഗ്രൂപ്പ് മാത്രമായിട്ടല്ല, മലയാളികൾ മാത്രമല്ല, ഇന്ത്യക്കാർ മാത്രം അങ്ങനെ ആവാൻ പാടില്ല. അവിടെയാണ് എന്ത് വരുന്നത്, നമുക്ക് ഓപ്പർച്യൂണിറ്റി കുറയുന്നത്. അപ്പോൾ നമുക്ക് ലിമിറ്റഡ് നോളജേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ വൈഡായിട്ട് ചിന്തിക്കുക. യൂറോപ്യൻ യൂണിയനാണ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആക്ച്വലി ഇപ്പം നമ്മൾ കോളേജിലൊക്കെ വരുമ്പോഴാണെങ്കിലും ഇപ്പം പല കൺട്രീസിൽ നിന്നുള്ള ആൾക്കാരായതുകൊണ്ട് അവരുടെയൊക്കെ പല രീതിയിലുള്ള നോളജ് നമുക്ക് കിട്ടും. ലൈക്ക് അവരുടെയൊക്കെ കൂടെ ഇടപഴകുമ്പോഴാണെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ഇന്ത്യൻസ്, അങ്ങനേൻ്റെ അപ്പുറത്ത് വേറെ കുറേ കൾച്ചർ, അതൊക്കെ ഭയങ്കര വലിയ നല്ല എക്സ്പീരിയൻസ് ആണ്. സോ അതൊക്കെ ഈ ഇൻ്റർനാഷണൽ സ്റ്റഡീസിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ.